ക്രീം, മോക്സി നൈറ്റ് വൈറ്റനിങ് ക്രീം. അപ്പോൾ വേണ്ട ആൾക്കാർ വേഗം ഓർഡർ ചെയ്യുക. നമുക്ക് ചന്തം കൊണ്ട് ചിന്തിയിട്ട് പാറണ്ടേ. അപ്പോൾ ഞാനൊന്നിത് തേച്ച് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. മിനാക്ക് ഉറങ്ങി മോനെ, ഓനക്ക് പനിയാണ് മോനെ, ഓനക്ക് വയ്യ, പനിയാണ് ഓനക്ക്. ഓന് മരുന്ന് കഴിച്ചിട്ട് കിടന്ന്. ഇങ്ങനെ തേച്ചാൽ കിഡ്നി അടിച്ചു പോകും താത്ത. ആണോ? കിഡ്നി അടിച്ചു പോട്ടെ മോനെ, അല്ലെങ്കിൽ അടിച്ചു പോകാൻ ഇനി ഒന്നുമില്ല. കിഡ്നി കൂടി അടിച്ചു പോകാനുള്ള, അതും കൂടി അടിച്ചു പോട്ടെ. നല്ല ഇല്ലേ? അടിച്ചു പോട്ടെ. അടിച്ചു പോവാനുള്ളതാണ്. നമ്മൾ മണ്ണിന്റെ അടിയിൽ പോകേണ്ട ആൾക്കാരാണ്. എപ്പോൾ വേണമെങ്കിലും ഏത് വേണമെങ്കിലും അടിച്ചു പോകും. അടിച്ച് പൂസായി പോട്ടെ. മരിക്കാൻ ഒരു പേടിയില്ല. അതുകൊണ്ട് ധൈര്യത്തിൽ ഇട്ടോളി. മരിക്കാൻ പേടിയില്ലാത്തവരൊക്കെ ധൈര്യത്തിൽ ഇട്ടോളി. അപ്പൊ നമ്മുടെ 2 ക്രീമും ഒരേ ഇതാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് മോക്സി വൈറ്റനിങ് നൈറ്റ് ക്രീമാണ്. അതേ സാധനം തന്നെയാണ് ഷാജീസ് ബ്യൂട്ടി ക്രീം എന്ന് പറഞ്ഞിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിന്റെ ബ്രാൻഡിൽ ഇറക്കിയതാണ്. സെയിം ആണ് കേട്ടോ, മാറ്റമൊന്നുമില്ല, സെയിം ആണ്. ഇതാണ് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് 999 രൂപ. ഷിപ്പിംഗ് ചാർജ് മിനിമം വരുന്നത് 70 രൂപ. പിന്നെ കർണാടക ഇങ്ങനെ ക്രീമാണ്, ഫേഷ്യൽ ക്രീമുകൾ വൈറ്റനിങ് ക്രീമാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ വൈറ്റനിങ് ക്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം വെളുക്കാനുള്ളത്, അതിൻ്റെ അകത്ത് വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷെങ്കിൽ അനേകം ആൾക്കാർ ഇത് മേടിച്ച് അവർ രോഗം ക്ഷണിച്ച് വരുത്തുകയാണ്. അതുപോലെ തന്നെ ഹാനികരമായിട്ടുള്ള കാര്യങ്ങളാണ് ലിപ്സ്റ്റിക്ക്, നെയിൽ പോളിഷ്, ഹെയർ സ്ട്രൈറ്റനിങ്, ഇതൊക്കെ ക്രീമും. ഇതൊക്കെ ഈ കുടികട വ്യവസായത്തിൽ ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് നമ്മുടെ ആരോഗ്യത്തെ ഇത് ഹാനികരമായി ബാധിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഹെവി മെറ്റൽസ് ഉണ്ട്. ഹെവി മെറ്റൽസ് എന്ന് പറഞ്ഞാൽ മെർക്കുറി, ആർസനിക്, കാഡ്മിയം, നിക്കല്, ഹൈഡ്രോക്വിനോൺസ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യും. ഈ ക്രീമിനകത്തും ഈ നെയിൽ പോളിഷിനകത്തും ഈ വൈറ്റനിങ് സ്ട്രൈറ്റനിങ് ക്രീമിനകത്തും. അപ്പോൾ ഇത് എന്താ പറ്റുന്നത്? ഈ ഹെവി മെറ്റൽസ് നമ്മളുടെ ഞരമ്പ്, നാഡീവ്യൂഹത്തെ, കിഡ്നിയെ, ലിവറിനെ, ഇതിനെയൊക്കെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇതാരും നമ്മൾ ശ്രദ്ധിക്കത്തില്ല. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിയമവ്യവസ്ഥ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വലിയൊരു കടിഞ്ഞാൻ ഇടണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് വരുന്ന ക്രീമിനകത്ത് വരുന്ന ചില കോസ്മെറ്റിക് പ്രൊഡക്ട്സ് ആയുർവേദിക്കാന്ന് പറയുന്നു. ഇതിന് പേര് പോലുമില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഈ മെർക്കുറി, ഹൈഡ്രോക്വിനോൺസ്, അല്ലെ നിക്കൽ, കാഡ്മിയം, ആർസനിക് എന്ന് പറയുന്ന സാധനങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഭയങ്കരമായിട്ട് ബാധിക്കും. ഇപ്പൊ മെർക്കുറിയുടെ ഒരു ഉദാഹരണം ഞാൻ പറയാം, അല്ലെങ്കിൽ ഹൈഡ്രോക്വിനോൺ. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ കറുപ്പ് വ്യാപിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ എല്ലാവർക്കും അറിയാം, മെലാനിന്റെ പ്രൊഡക്ഷൻ ആണ്. അപ്പോൾ ഈ മെലാനിൻ ഉണ്ടാക്കുന്നതിൽ തൈറോസിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ നിന്നും ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ തൈറോസിൽ നിന്നും ഈ മെലാനിലായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഒരു എൻസൈമാണ് തൈറോസിനേസ് എന്ന് പറയുന്ന എൻസൈമിനെ. ഈ എൻസൈമിനെ ഇല്ലാതാക്കുക, ഇൻഹിബിറ്റ് ചെയ്യുക. അപ്പോൾ എന്താ പറ്റുന്നത്? മെലാനിൻ ശരീരത്തിൽ ഉണ്ടാകത്തില്ല. പക്ഷെങ്കിൽ ഇത് ലോങ് ടേം എഫക്റ്റ് ഉണ്ടാക്കുന്നത് എന്താണ്? നമ്മളുടെ കിഡ്നിയുടെ ഗ്ലോമറുലസിനെ, അതായത് അരിപ്പയെ ബാധിക്കും. അത് ദോഷകരമായിട്ട് ബാധിക്കും. നെഫ്രോട്ടിക് സിൻഡ്രോം ഉണ്ടാവും. നമ്മളൊരു കിഡ്നി പേഷ്യൻ്റായി മാറും. അതുപോലെ തന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റം, അതായത് നാഡീവ്യൂഹത്തെ ഇത് ബാധിക്കും. ലോങ് ടേം യൂസും കൊണ്ട് നമുക്ക് ചിലപ്പം ഓർമ്മക്കുറവ്, വിറയല്, ഹൈപ്പോ ഡൈനേമിയ എന്ന് പറഞ്ഞാൽ നമുക്ക് കൈയൊക്കെ ചലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ആൾക്കാരെ, ഇപ്പൊ ഈ ഷാജി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് കൃത്യമായിട്ടും ഇതിനെപ്പറ്റി ഒരു വിവരവുമില്ല. പെൺകുട്ടിയുടെ ഉമ്മയെ പറ്റിയുള്ള വീഡിയോ, കുൽസിത പ്രവർത്തികളുമായിട്ട് മുന്നോട്ട് പോകും. ഇവരെ ഫോക്കസ് ചെയ്ത്, അല്ലെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഈ പറയുന്ന കള്ളന്മാര്, അതായത് കോസ്മെറ്റിക് കള്ളന്മാര് മുതലെടുക്കുന്നത്. അപ്പൊ ജനങ്ങളിലേക്ക് ഈ വിഷം പകർന്നു കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഇവിടുത്തെ സർക്കാരും അല്ലെങ്കിൽ ഇവിടുത്തെ ഡ്രഗ് ഷാജി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുറേയധികം ക്രീം അവർ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അവരുടെ പേരിലൊക്കെ പറഞ്ഞാണ് ആ ഒരു ക്രീം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു ന്യൂസാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അവർ ന്യൂസിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ, ആ ക്രീം തേക്കുന്നതുകൊണ്ട് കുറേയധികം ആരോഗ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാം, നിങ്ങളുടെ അവയവങ്ങളൊക്കെ അടിച്ചു പോകാം, ഇങ്ങനത്തുള്ള കുറേയധികം ഇഷ്യൂസ് വരുന്നുണ്ട്. അതുകൊണ്ട് കുറേയധികം പേര് ഇത് ഉപയോഗിക്കുന്നുണ്ട്. എങ്കിലും അത് നിർത്തുക എന്നുള്ള ഒരു മെയിൻ കാര്യമാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഫുള്ള് പരന്നുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ്. നിങ്ങൾക്ക് അറിയാവുന്ന ഈ ഒരു ഷാജിദയുടെ കയ്യിൽ നിന്നൊക്കെ ക്രീം വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവരിൽ മാക്സിമം എത്തിച്ചിട്ട് അത് ഉപയോഗിക്കുന്നത് കുറയ്ക്കാൻ ശ്രമിക്കുക. കാരണം ഇതേ കണക്ക് കുറേയധികം ക്രീമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, വൈറ്റനിങ് ക്രീം എന്നൊക്കെ പറഞ്ഞിട്ട്. അത് പക്ഷേ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് തന്നെ അറിയാൻ സാധിക്കത്തില്ല. സോഷ്യൽ മീഡിയയിൽ കുറേയധികം പേര് ഫോളോവേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടമുള്ള പൈസയ്ക്ക് വേണ്ടി കുറേയധികം പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നു. പക്ഷെ അതിന് അവരുപയോഗിച്ച് നോക്കുന്നതോ അങ്ങനെയൊന്നുമില്ല. അവർ ആകെ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ ആ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയായിരിക്കും. പ്രത്യേകിച്ച് വേറെ ഒന്നും അങ്ങനെ എടുക്കുകയോ ഒന്നും തന്നെ ചെയ്യത്തില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആരെങ്കിലും ഇത് കണക്ക് ഉപയോഗിക്കുന്നതായിട്ട് നിങ്ങൾക്കറിയാമെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് കുറച്ച് ഇൻഫർമേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ അവർ ഉപയോഗിക്കുന്നത് അവർ നിർത്തുകയും ചെയ്യും. അങ്ങനെ കുറേയധികം പേരിലേക്ക് ഇത് യൂസ്ഫുള്ളായിരിക്കും.
ഷാജിദ് ഇതേ കണക്ക് ചെയ്യുന്ന അവർക്ക് പൈസയ്ക്ക് വേണ്ടിയാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അത് അവർക്ക് മനസ്സിലാവുന്നുണ്ട് എന്നറിയാം. ഈ ഒരു വീഡിയോയിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഏതോ ഒരാൾ വന്ന് കമൻറ്റ് പറയുന്നുണ്ട് ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിഡ്നി അടിച്ചു പോകുന്നുള്ള ഒരു കാര്യം. അവരത് പറഞ്ഞ് പോകുന്നെങ്കിൽ പോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു കാര്യമാണ്. അതുപോലെ നിങ്ങൾക്ക് ഇത് കുഴപ്പമില്ലാത്തവർ യൂസ് ചെയ്യാനും പറയുന്നുണ്ട്. ഇങ്ങനത്തുള്ള സോഷ്യൽ മീഡിയയിൽ കുറേയധികം പേര് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. അവരെ ചതിയിലൊന്നും ചെന്ന് പെടാതിരിക്കുക. നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലത്തുള്ള കറക്റ്റായിട്ട് ഡോക്ടേഴ്സിനെയൊക്കെ കണ്ട് ചെക്ക് ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കാൻ നിൽക്കുക. അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ വരാം. ആരോഗ്യനില തന്നെ ഭാവിയിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നത്തിൽ ചെന്ന് ചാടാവുന്നതാണ്. സോ ഇത് മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. ഓക്കെ, ബൈ.